പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വന്നത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടുകളെ കുറിച്ചായിരുന്നു. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മൾ നല്ല വിശദമായ രീതിയിൽ പറയുകയും അതിൻ്റെ കുറേ പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു ചാപ്റ്ററിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധയോടുകൂടി ക്ലാസ് കേൾക്കുക. അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ ഈ ക്ലാസ് നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലൈവ് ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ അപ്പോൾ തന്നെ അതിന് മറുപടി നൽകുന്നതായിരിക്കും. ഇതൊരു ലൈവ് മോഡലിലാണ് ഈ ക്ലാസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ചാപ്റ്ററാണ് നമ്മളിന്ന് എടുക്കുവാൻ പോകുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ നമ്മളൊരു സാധനം വാങ്ങാറുള്ളത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 10 കിലോ അരി വാങ്ങാൻ പോകുന്ന വിചാരിക്കാം. നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊരു കടയിൽ പോയി ആ 10 കിലോ അരി വാങ്ങി, നമ്മൾ അരി വാങ്ങി വന്നു, അതിനുള്ള ക്യാഷ് നമ്മൾ കൊടുത്തു, എന്നിട്ട് നമ്മൾ അരി വാങ്ങി വന്നു. അത് ഒരു രീതിയിലുള്ള ട്രാൻസാക്ഷനാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മളൊരു 10 കിലോ അരി വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള, ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷൻ ഉള്ളത്, ഒന്ന് ക്രെഡിറ്റ് ട്രാൻസാക്ഷനുള്ള ട്രാൻസാക്ഷനുമാണ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ട്രാൻസാക്ഷനുകൾ ഉണ്ടാകുക. അപ്പോൾ ഈ രണ്ട് കേസിലും അരി വാങ്ങിക്കഴിഞ്ഞാൽ അരി നമ്മുടേതായി, അതിൻ്റെ ഓണർഷിപ്പ് നമ്മളിലേക്ക് വന്നു. പിന്നീട് ആദ്യത്തേതിൽ നമ്മൾ സെല്ലറും ബയ്യറുമായിട്ടാണ് നമ്മുടെ കണക്ഷൻ. രണ്ടാമത്തേലും സെല്ലറും ബയ്യറുമായിട്ട് തന്നെയാണ് നമ്മുടെ അവരുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് അവിടെ ഈ സെല്ലർക്ക് ബയ്യർ ഒരു ഡെപ്റ്ററാണ്, കാരണം രണ്ടാമത്തെ കേസിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. ആ ഡെപ്റ്റർ ഇല്ലാണ്ടാവുന്നത് എപ്പോഴാണ് ഈ പറയുന്ന വ്യക്തി നമ്മൾ ആ ക്യാഷ് കൊടുക്കുന്നത്, അപ്പോൾ ആ ഡെപ്റ്റർ ഇല്ലാണ്ടാവുകയും ആ ഒരു ബന്ധം അവിടെ ഇല്ലാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലാണ് സാധാരണ രീതിയിൽ, ഇതിപ്പോൾ ഞാനൊരു അരിയുടെ എക്സാമ്പിൾ പറഞ്ഞതാണ്. സാധാരണ രീതിയിൽ ഏതൊരു സംഭവങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. സാധാരണ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഗുഡ്സ് വാങ്ങുമ്പോഴും അല്ലാതിരിക്കുമ്പോഴും നമ്മൾ ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ട്രാൻസാക്ഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയാൻ കാരണം, നമ്മൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് പഠിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പറയുവാൻ പോകുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യവുമായിരിക്കും. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ള ഒരുപാട് പ്രോബ്ലംസും അക്കൗണ്ടിങ് വർക്കൊക്കെ ഉള്ള ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ടേം ചിലപ്പോൾ കേട്ട് കാണും, ഹയർ പർച്ചേസ്. അപ്പോൾ ഞാൻ നേരത്തെ ഈ പറയാൻ കാരണം, നേരത്തെ പറഞ്ഞതുമായി ചില ഒരു വ്യത്യാസമുള്ള ഒരു കേസാണ് ഈ ഹയർ പർച്ചേസ്. നേരത്തെ നമ്മൾ പർച്ചേസാണ് നടത്തിയത്, അപ്പോൾ ഇവിടെ ഹയർ പർച്ചേസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നാട്ടിൻ പ്രദേശങ്ങളിൽ നടക്കുന്ന മറ്റൊരു സംഭവമാണ്, നമ്മൾ സാധാരണ രീതിയിൽ ഈ വസ്ത്രങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ നമ്മൾ വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള കുറേ മെറ്റീരിയൽസൊക്കെ നമ്മൾ ഈ കുറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ഫർണിച്ചറുകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ അതർ മെറ്റീരിയൽസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. നമ്മളത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ നമ്മൾ ക്യാഷ് കൊടുക്കാറുമുണ്ട്. ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ ക്യാഷ് കൊടുക്കാറുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ബേസ് ഉണ്ടാകാറില്ല. പക്ഷെ ഇപ്പോൾ പറയുന്നത് ഞാനൊരു ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലാണ് ക്യാഷ് കൊടുക്കുന്നത് വിചാരിക്കാം. അത് നമ്മുടെ നാട്ടിൻ പ്രദേശത്തിൽ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ പറയുന്ന സംഭവം നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ സംഭവം എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഉദാഹരണങ്ങളിൽ കൂടെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഹയർ പർച്ചേസ് എന്ന് പറയുന്നതിൻ്റെ ഒരു വ്യക്തമായ ഒരു മീനിങ് ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരാൾ മറ്റൊരാളിൽ നിന്ന് ഒരു സാധനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ പർച്ചേസ് ചെയ്യുകയും ആ പർച്ചേസ് ചെയ്ത സാധനത്തിന് അദ്ദേഹം കൊടുക്കുന്ന ആ പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ എമൗണ്ട് കൊടുക്കുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലാണെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് സിംപ്ലി കോൾഡ് ഹയർ പർച്ചേസ് എന്ന് പറയാം നമ്മൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വിശദമായിട്ട് കിടക്കാം. അപ്പോൾ അതിനൊരു ഇൻട്രഡക്ഷൻ ആയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ നോട്ടുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബ്ലോഗ് അഡ്രസ്സ്. ഈ അഡ്രസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടുകൾ കിട്ടും. ഇത് യൂട്യൂബ് ചാനലാണ്, ഇവിടെയാണ് ഈ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. നിങ്ങൾക്ക് വീണ്ടും കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് അടിച്ച് നോക്കിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമുക്ക് വിശദമായി നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ
അപ്പോൾ എന്താണ് ഹയർ പർച്ചേസ്? അതിൻ്റെ മീനിങ് ആണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങളിൽ കൂടെ തന്നെ നമുക്ക് പോവുകയാണെങ്കിൽ ഹയർ പർച്ചേസ് ഈസ് എ സിസ്റ്റം അണ്ടർ വിച്ച് ദ ബയർ enters into an agreement with a seller to pay the price of the goods purchased in installment. Note the point, purchased in installment. അപ്പോൾ ഈ ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ എഗ്രിമെൻ്റ് ആണ്. ഇതൊരു എഗ്രിമെൻ്റ് ആണ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയ്യർ, ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയ്യർ അല്ലെങ്കിൽ പർച്ചേസർ അല്ലെങ്കിൽ സെല്ലർ. ഓക്കെ, ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് എന്ത് ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് വെക്കുന്നത്? അതായത് സെല്ലറിൽ നിന്നും ബയ്യർ വാങ്ങിയ സാധനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഭവങ്ങളോ അതിന് ഈടാക്കുന്ന പ്രൈസ്, ഒരു പർച്ചേസ് പ്രൈസ് ഉണ്ടാവും. ആ പ്രൈസ് ഇവർ പേ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലാണ് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരു സാധനം വാങ്ങി ആ സാധനത്തിന് കൊടുക്കേണ്ട എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റിൽ തരാമെന്ന് അവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ ദാറ്റ് എഗ്രിമെൻ്റ് ഈസ് സിംപ്ലി കോൾഡ് ആസ് ഹയർ പർച്ചേസ്. Okay, that agreement is simply called as hire purchase. Therefore, hire purchase is a system under which the buyer enters into an agreement with the seller to pay the price of the goods purchased in installment, which include interest. അപ്പോൾ ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10,000 രൂപയുടെ ഒരു സാധനം, സാധാരണ 10,000 രൂപയുടെ ഒരു സാധനം റെഡി ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുന്നു ഒരു കടയിൽ പോയിട്ട്. ഇനി അതേ സാധനം നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ വാങ്ങുമ്പോൾ 10,000 രൂപ കൊടുത്താൽ പോരാ. ചിലപ്പോൾ നമ്മൾ കുറേ വർഷങ്ങൾ കൊണ്ട് കൊടുത്ത് തീർക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ 12,000 14,000 16,000 അങ്ങനെ ഇൻട്രസ്റ്റ് കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യുക. അപ്പോൾ ഈ ഒരു പറയുന്ന സിസ്റ്റം ആർക്കാണ് ഏറ്റവും നല്ലതായിട്ട്? ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ, അതായത് ഒരു റെഡി ക്യാഷ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റാത്ത വ്യക്തികൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് ഇത് ഹയർ പർച്ചേസ് എന്ന് പറയുന്ന മെത്തേഡ്. എന്തുകൊണ്ടാണ്? അവർക്ക് ആ ഗുഡ്സ് ഉപയോഗിക്കുകയും ചെയ്യാം, അതിന് ഫുള്ളായിട്ട് എമൗണ്ട് കൊടുക്കുകയും വേണ്ട. കാരണം അവർ ഓരോ ഘട്ടത്തിലും ആ ഒരു പീരീഡിലും അതിന് നിശ്ചയിച്ച ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കൊടുത്താൽ മതി, വിത്ത് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റും കൂടി ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കൊടുത്താൽ മാത്രം മതിയാക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സാധാരണ രീതിയിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഹയർ പർച്ചേസ് ഈസ് എ സിസ്റ്റം അണ്ടർ വിച്ച് ദ ബയർ എൻറ്റേഴ്സ് ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് വിത്ത് ദ സെല്ലർ ടു പേ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് പർച്ചേസ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ, ഈ രീതിയിൽ നമ്മൾക്ക് ഒരു ട്രാൻസാക്ഷൻ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളതാണ് ഹയർ പർച്ചേസിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ദ ബയർ ഗെറ്റ്സ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഇമ്മീഡിയറ്റ്ലി ഓൺ പേയിങ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഓർ ദാറ്റ് ഈസ് കോൾഡ് ഡൗൺ പേയ്മെൻറ്റ് ഓർ സ്പോട്ട് പേയ്മെൻറ്റ്. ഹി ഡസ് നോട്ട് ഗെറ്റ് ഓണർഷിപ്പ്, ഹി ബിക്കം ദ ഓണർ ഓൺലി ആഫ്റ്റർ ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് പെയ്ഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നമ്മൾക്ക് ഒരു മിഡിൽ ക്ലാസ്, അതായത് ഇൻകം ഒരു മിഡിൽ ക്ലാസ് ആണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റമാണ് ഫോളോ ചെയ്യാൻ അവർക്ക് നല്ലത്. കാരണം അവർ എൻ്റയർ എമൗണ്ട് കൊടുക്കാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങുകയും അത് ഉപയോഗിക്കാനും പറ്റുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഹയർ പർച്ചേസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദ ബയർ ഗെറ്റ്സ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഇമ്മീഡിയറ്റ്ലി ഓൺ പേയിങ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഓർ സ്പോട്ട് ഓർ ഡൗൺ പേയ്മെൻറ്റ്. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ പേയ്മെൻറ്റിനെയാണ് ഡൗൺ പേയ്മെൻറ്റ്. ഒരു വലിയൊരു എമൗണ്ട് ചിലപ്പോൾ നമ്മൾ കൊടുക്കാം, ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് ഇത്ര എമൗണ്ട് തരണം എന്നൊക്കെ പറയും. അതിനെ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് എന്ന് അല്ലെങ്കിൽ എന്താ പറയണ്ടേ, സ്പോട്ട് പേയ്മെൻറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അത് കൊടുത്ത ആ എമൗണ്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആ ഗുഡ്സ് നമ്മൾക്ക് അതിൻ്റെ പൊസഷൻ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. നമുക്ക് ആ ഗുഡ്സ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഹി ഡസ് നോട്ട് ഗെറ്റ് ഓണർഷിപ്പ്. അതായത് ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ഒരിക്കലും സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. എപ്പോൾ? ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്പോട്ട് പേയ്മെൻറ്റ് നടത്തുമ്പോൾ. അദ്ദേഹം ഈ വാങ്ങിയ വ്യക്തിയും ഈ ബയ്യർ എപ്പോഴാണ് ഓണർ ആവുന്നത്? ഈ ബിക്കം എ ഓണർ ഓൺലി ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ആ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് അവസാനം എല്ലാ എമൗണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബയ്യർ ആരായിട്ട് മാറുന്നുള്ളൂ? ബയ്യർ ഓണറായിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ അതുവരെ അദ്ദേഹത്തിന് ആ ഗുഡ്സിൻ്റെ പൊസഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. എന്ത് കിട്ടുന്നില്ല? ഓണർഷിപ്പ് കിട്ടുന്നില്ല. ഓക്കെ, ദെൻ
Next, under the system, if the buyer fails to pay any installment, the seller has right to take back the goods. In short, hire purchase system, delivery of goods in immediately, but payment is made in installment in future. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിസ്റ്റം പ്രകാരം ഏതെങ്കിലും സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞു, നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു, നമ്മൾക്കൊരു 10 ഇൻസ്റ്റാൾമെൻ്റ് ആണ് നമ്മളതിൽ ഫിക്സ് ചെയ്തത്. അത് ബയ്യറും സെല്ലറും തമ്മിൽ ഫിക്സ് ചെയ്യും ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്. ഒരു 10 ആണ് നമ്മളത് ഫിക്സ് ചെയ്തത്. അങ്ങനെ 10 ഇൻസ്റ്റാൾമെൻറ്റ് ഫിക്സ് ചെയ്തു. നമ്മളൊരു 5 ഇൻസ്റ്റാൾമെൻറ്റ്, നമ്മളാണ് പ്രോഡക്റ്റ് വാങ്ങിയത് അല്ലെങ്കിൽ സാധനം വാങ്ങിയത്, അങ്ങനെ നമ്മൾ 5 ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു. പിന്നെയും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന സെല്ലർക്ക് വേണമെങ്കിൽ ആ ഗുഡ്സ് എന്ത് ചെയ്യാം, ടേക്ക് ബാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റൈറ്റ് ടു ടേക്ക് ബാക്ക് ദ ഗുഡ്സ്. നമ്മളിൽ നിന്ന് ആ ഗുഡ്സ് വേണമെങ്കിൽ ആർക്ക് പിടിച്ചു കൊണ്ടുപോകാം, ഈ പറഞ്ഞ സെല്ലർക്ക് പിടിച്ചു കൊണ്ടുപോകാം. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ആ ഗുഡ്സിൻ്റെ പൊസഷൻ മാത്രമേ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മൾ എപ്പോഴാണ് അതിൻ്റെ ഓണർ ആവുന്നത് ഓൺലി ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതൊരു ഹയർ പർച്ചേസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഹയർ പർച്ചേസിനെ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് എ സിസ്റ്റം, ഡെലിവറി ഓഫ് ദ ഗുഡ്സ് ഈസ് ഇമ്മീഡിയറ്റ്ലി ബട്ട് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഇത് എന്ത് സിസ്റ്റമാണ്, നമ്മൾ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് തന്നെ ഡെലിവറി ചെയ്യും, പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ പിന്നീടാണ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഹയർ പർച്ചേസ് ഈസ് എ സിസ്റ്റം അണ്ടർ വിച്ച് ദ ബയർ എൻറ്റേഴ്സ് ഇൻടു എൻ അഗ്രിമെൻറ്റ് വിത്ത് ദ സെല്ലർ. ഓക്കെ, സെല്ലർ. അപ്പോൾ സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു സാധനം മറ്റൊരാളിൽ നിന്ന് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ വാങ്ങുകയും അദ്ദേഹം അത് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിനെ നമ്മൾക്ക് എന്ത് പറയാം, ഹയർ പർച്ചേസ് എന്ന് പറയാം. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ഹയർ പർച്ചേസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം നമ്മൾക്ക് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹയർ പർച്ചേസിൻ്റെ മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങളെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്. ഇറ്റ് ഇസ് എ ക്രെഡിറ്റ് പർച്ചേസ്. ഇതൊരു ക്രെഡിറ്റ് പർച്ചേസ് ആണ്. കാരണം എന്തുകൊണ്ടാണ്, ഒരാൾ ഒരു സാധനം വാങ്ങുന്നു, അദ്ദേഹം കുറച്ചൊരു എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങുന്നു, ഫുൾ എമൗണ്ട് കൊടുക്കാതെ വാങ്ങുന്നു, പിന്നീടുള്ള എമൗണ്ടൊക്കെ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹയർ പർച്ചേസ് ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് പർച്ചേസ് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് ബേസ് ആണ്, ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലാണ് ഇത്തരത്തിലുള്ള എന്ത് കൊടുക്കുന്നത്, പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ, ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ഇൻക്ലൂഡ് ഇൻസ്റ്റാൾമെൻറ്റ് ടുവേർഡ്സ് ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റിന്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നു 10,000 രൂപക്ക് വാങ്ങുന്നു, ആ 10,000 രൂപയാണ് അതിൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അതിന് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ വാങ്ങിയുകൊണ്ട് 2% ഇൻട്രസ്റ്റ് കൊടുക്കണം. 10,000ൻ്റെ 2% നമുക്കറിയാം എത്ര, 2,000 രൂപയാണ് 10,000ൻ്റെ 2% എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര രൂപ കൊടുക്കണം, 12,000 രൂപ നമ്മൾ 2% എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. അപ്പോൾ 20% എന്ന് വിചാരിക്കാം. അപ്പോൾ 10,000ൻ്റെ 10% 1,000 രൂപയും, അതുപോലെ തന്നെ 20% ആകുമ്പോൾ 2,000 രൂപയും. അപ്പോൾ നമ്മൾ ആ എമൗണ്ടിന് ടോട്ടൽ അവസാനം കൊടുത്തു തീർക്കുമ്പോൾ നമുക്ക് 12,000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസിൻ്റെ കൂടെ, അതിൻ്റെ ക്യാഷ് പ്രൈസിൻ്റെ കൂടെ അതിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യുന്നതാണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഗുഡ്സ് ഓർ അസറ്റ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ബയർ ഓൺ സൈനിങ് ദ എഗ്രിമെൻറ്റ്. നമ്മൾ എപ്പോഴാണ് ബയ്യറും സെല്ലറും തമ്മിൽ എഗ്രിമെൻറ്റ് നടത്തുന്നത് ആ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിൻ്റെ പൊസഷൻ സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് എത്തിപ്പെടും. പക്ഷേ എന്തെത്തില്ല, ഓണർഷിപ്പ് എത്തില്ല. ഓക്കെ, ഓണർഷിപ്പ് അയാൾ എപ്പോഴാണ് ഓണർ ആവുന്നത്, ഈ ബിക്കം എ ഓണർ ഓൺലി ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ദെൻ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് റിമെയിൻസ് വിത്ത് വെൻഡർ. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഓണർഷിപ്പ് ആരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും, നമ്മുടെ സെല്ലറുടെ കയ്യിൽ തന്നെ അല്ലെങ്കിൽ വെൻഡറുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. ദ ബയർ ഗെറ്റ്സ് ഓണർഷിപ്പ് ഓൺലി ആഫ്റ്റർ പേയിങ് ഓൾ ദി ഇൻസ്റ്റാൾമെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ബയർക്ക് അവരുടെ ഇൻസ്റ്റാൾമെൻറ്റ്, അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം ആ ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സിൻ്റെ ഓണറായി എന്ന് നമ്മൾക്ക് പറയുവാൻ പറ്റൂ, അല്ലെങ്കിൽ ഓണർഷിപ്പ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് എന്താണെന്ന് മനസ്സിലായവർക്ക് അതിൻ്റെ ഫീച്ചേഴ്സും കൃത്യമായി തന്നെ എഴുതുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഒന്നും കൂടി അതുപോലെ തന്നെ 2-3 ഫീച്ചേഴ്സും കൂടിയുണ്ട്, അതും കൂടി പറഞ്ഞിട്ട്
ഇഫ് ദ ബയർ ഫെയിൽസ് ടു പേ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയാൽ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സായി. എന്തുകൊണ്ടാണ് ഇവിടെ എന്താ പറഞ്ഞത്? ഇഫ് ദ ബയർ ഫെയിൽസ് ടു പേ എനി ഇൻസ്റ്റാൾമെന്റ് ദ വെൻഡർ വിൽ ടേക്ക് എവേ ദ അസറ്റ് ഓർ ഗുഡ്സ് ഫ്രം ദ ബയർ. ദ ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ് ബൈ ദ ബയർ വിൽ ബി ട്രീറ്റഡ് ആസ് ഹയർ ചാർജസ് ഫോർ യൂസിങ് ദ അസറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 5 ഇൻസ്റ്റാൾമെന്റ്, നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് നമ്മൾ 5 ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു, പിന്നീട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ നമ്മളുടെ ആ അസറ്റ് നമുക്ക് സെല്ലർ എന്ത് ചെയ്യും? വെൻഡർ അല്ലെങ്കിൽ ആ അസറ്റ് അവരെടുത്തുകൊണ്ട് പോകും. പിന്നെ നമ്മൾ കൊടുത്ത 5 ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും ആ ഒരു അസറ്റ് നമ്മൾ അത്ര യൂസ് ചെയ്തതിന് അവർ ഹയർ ചാർജസ് ആയിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾക്ക് ക്യാഷ് ഒന്നും കിട്ടില്ല, നമ്മൾ ഈ അസറ്റും അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഡക്റ്റും നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ആ ഒരു അവകാശം കൂടി ആർക്കുണ്ട്? സെല്ലർക്ക് അല്ലെങ്കിൽ വെൻഡർക്കുണ്ട് അണ്ടർ ദ സിസ്റ്റം ഓഫ് ഹയർ പർച്ചേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീഫാൾട്ട് വരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഫെയിൽ ചെയ്ത് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് പേ ചെയ്യാൻ ഫെയിലായി കഴിഞ്ഞാൽ ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കാം. Then any loss or damage the asset has to be borne by the vendor. ഇനി ഈ അസറ്റിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡാമേജോ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പിന്നെ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അതൊക്കെ ബോൺ ചെയ്യേണ്ടത്, അതിൻ്റെയൊക്കെ ലോസ് വഹിക്കേണ്ടത് ആരാണ്? ഈ വെൻഡറാണ്. കാരണം ഈ ബയർ എന്ന് പറയുന്ന ആൾക്ക് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നഷ്ടം കാര്യങ്ങളൊക്കെ വഹിക്കേണ്ടത് ആരാണ്? വെൻഡർ അല്ലെങ്കിൽ സെല്ലറാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ഹയർ പർച്ചേസിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഹയർ പർച്ചേസ് എഗ്രിമെൻ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് എന്താണെന്ന് മനസ്സിലായി നമുക്ക്. ടു ഇൻക്രീസ് പർച്ചേസ് ആൻഡ് സെയിൽസ്. ടു ഇൻക്രീസ് പർച്ചേസ് ആൻഡ് സെയിൽസ്. ഹയർ പർച്ചേസ് സിസ്റ്റം അട്രാക്ട് മോർ കസ്റ്റമർ. ദെയർഫോർ പർച്ചേസ് ആൻഡ് സെയിൽ വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ മോർ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നു പറയുന്നത്? ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലാണ് സാധനം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റയർ എമൗണ്ട് ആദ്യം തന്നെ കൊടുക്കേണ്ട ആവശ്യകതയില്ല. അതുകൊണ്ട് നമുക്ക് പർച്ചേസും സെയിലും ഇവിടെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹയർ പർച്ചേസിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ടു ഇൻക്രീസ് പർച്ചേസ് ആൻഡ് സെയിൽസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ടു ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഇൻട്രസ്റ്റ്. To take advantages of interest. Another objective of hire purchase system is to earn interest. അപ്പോൾ ഹയർ വെൻഡർ അല്ലെങ്കിൽ സെല്ലറെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്ത് ഏൺ ചെയ്യാൻ പറ്റും? ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാൻ പറ്റും. സാധാരണ സെയിൽ നടക്കുമ്പോൾ ഇൻട്രസ്റ്റ് കിട്ടാറില്ല, പക്ഷേ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം അദ്ദേഹത്തിന് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. ദെൻ ടു ഓൺ ദ അസറ്റ് ഇൻ ഫ്യൂച്ചർ. അതുപോലെ തന്നെ ഹയർ പർച്ചേസർ അല്ലെങ്കിൽ ബയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അസറ്റ് ഓൺ ചെയ്യുന്നത് എപ്പോഴാണ്? ഫ്യൂച്ചറിലാണ്. അതായത് അല്ലെങ്കിൽ ഓൺലി ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് അതിൻ്റെ ഓണറാകാൻ സാധിക്കുകയുള്ളൂ. ടു ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഡിപ്രീസിയേഷൻ. അടുത്ത ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഡിപ്രീസിയേഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ പർച്ചേസർ ഓൺലി ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓർ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ദെയർഫോർ ദ ഹയർ വെൻഡർ ക്യാൻ ചാർജ് ഡിപ്രീസിയേഷൻ. In this way, they can save their income tax. Save income tax. അതായത് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഈ ഹയർ വെൻഡറെ സംബന്ധിച്ചിടത്തോളം ആ ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നില്ല, കൈമാറപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇത്തരത്തിലുള്ള ഗുഡ്സുകൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റിന് എന്ത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം ഇതൊരു ടാക്സ് ഡിഡക്റ്റബിൾ സോഴ്സ് ആണ് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ അത്ര ടാക്സ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹയർ വെൻഡർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ടു ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഡിപ്രീസിയേഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയി പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഒന്ന്, ടു ഇൻക്രീസ് ദ പർച്ചേസ് ആൻഡ് സെയിൽസ്. എന്തുകൊണ്ടാണ്? കസ്റ്റമേഴ്സിനെ മോർ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യും ബിക്കോസ് ഓഫ് ദി സിസ്റ്റം ഫോളോ ദ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ടു ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ പ്രോസസ്സ് പ്രകാരം ദ ഹയർ വെൻഡർ ക്യാൻ ഏൺ ഇൻട്രസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ ടു ഓൺ ദ അസറ്റ് ഇൻ ഫ്യൂച്ചർ. ഹയർ പർച്ചേസറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ അസറ്റിൻ്റെ ഓണർഷിപ്പ് കൈമാറുന്നത് ഓൺലി ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ടു ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഡിപ്രീസിയേഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ ഹയർ വെൻഡർക്ക് അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം എന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അസറ്റാണ്.
ഓണർഷിപ്പ് അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിൻ്റെ ഈ ഹയർ വെൻഡറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഈ ഇത്തരത്തിലുള്ള അസറ്റുകളുടെ ഡെപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ തന്നെ അത് ടാക്സ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ അത്രയും പ്രോഫിറ്റ് നമുക്ക് കുറച്ചതായിട്ട് കാണിക്കാം. അപ്പോൾ അത്രയും പ്രോഫിറ്റ് കുറഞ്ഞാൽ ആ കുറഞ്ഞ പ്രോഫിറ്റിൻ്റെ മുകളിൽ നമുക്ക് എന്ത് കൊടുക്കണ്ടു? ടാക്സ് കൊടുക്കണ്ടു. അപ്പോൾ ഇതൊരു ടാക്സ് സേവ് ചെയ്യാനുള്ളൊരു എളുപ്പ വഴിയാണ് ഈ ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് സെയിൽ? എന്തൊക്കെയാണ് ഹയർ പർച്ചേസും സെയിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഹയർ പർച്ചേസും സെയിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അണ്ടർ സെയിൽ ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് hire purchase, ownership is transferred only after the payment of last installment. In the case of sale, the ownership is transferred to the seller by the seller to the buyer at the time of purchase. Immediately transfer. മനസ്സിലായല്ലോ? അതായത് ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ, സെയിൽ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയി, നമ്മുടേതായി. പിന്നെ പക്ഷേ ഹയർ പർച്ചേസിൽ അങ്ങനെയല്ല, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓൺലി ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഇൻ ദ കേസ് ഓഫ് സെയിൽ ദ പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഈസ് ജനറലി മെയ്ഡ് ഇൻ ലംസം. ഇൻ ദ കേസ് ഓഫ് ഹയർ പർച്ചേസ് പേയ്മെൻറ്റ് പ്രൈസ് ഈസ് ഓൾവേസ് മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ഇനി സെയിലിൻ്റെ കേസിൽ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഈ സെയിലിൻ്റെ കേസിൽ ഒന്നുകിൽ ആ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലംസം എമൗണ്ട് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ക്രെഡിറ്റ് സെയിലാണെങ്കിൽ മാത്രമേ നമ്മൾ അപ്പോൾ കൊടുക്കേണ്ട, പിന്നീടെങ്കിലും അത് ആ ഫുൾ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഹയർ പർച്ചേസിൽ നമുക്ക് അങ്ങനെ കൊടുക്കേണ്ട. എന്തുകൊണ്ടാണ്? നമ്മളത് പിന്നെ ഓരോ പീരീഡ് ആയിട്ട് നമുക്കത് എന്ത് കൊടുത്താൽ മതി? ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ കൊടുത്താൽ മതി. ദെൻ in the case of sale, the buyer can dispose of the goods in any way he likes, but a buyer under hire purchase agreement has no such right before he become the owner of last installment, owner of payment of last installment. അതായത് സെയിൽ പ്രകാരം ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ ഓണറായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് എന്ത് വേണമെങ്കിലും ആ ഗുഡ്സ് എങ്ങനെ വേണമെങ്കിലും ഡിസ്പോസ് ചെയ്യാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഹയർ പർച്ചേസ് പ്രകാരം ഒരു ഗുഡ്സാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾക്ക് അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസ്പോസ് ചെയ്യാൻ നമ്മൾക്ക് പറ്റില്ല. എന്തുകൊണ്ടാണ്? അത് നമ്മൾ അതിൻ്റെ ഓണർ ആയിട്ടില്ല. ഓണർ എപ്പോഴാവുന്നത്? ഓണർ ആയതിനു ശേഷം ഇതൊക്കെ ചെയ്യാം. ഓണർ ആവുന്നത് നമ്മൾ എപ്പോഴാണ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നത് അതിന് ശേഷം മാത്രമേ ഓണർ ആവുന്നുള്ളൂ. അതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. The next one, in the case of sale on credit, the seller can sue the buyer for the payment of price outstanding, but a seller under hire purchase system can take back the goods in case of default by the buyer in payment of any installment. അപ്പോൾ സെയിൽസിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് ആണ് നടത്തിയെങ്കിൽ ബയ്യർ പൈസ തരുന്നില്ലെങ്കിൽ ബയ്യർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, സെല്ലർക്ക് ബയ്യർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. എത്രയാണ് പൈസ കൊടുക്കാനുള്ള ആ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിന് വേണ്ടി കേസ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഹയർ പർച്ചേസിൽ അങ്ങനെ കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ഹയർ പർച്ചേസ് ഈ സെല്ലർക്ക് എന്ത് ചെയ്യാം? നേരെ പോയിട്ട് ഹയർ പർച്ചേസറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗുഡ്സ് തിരികെ എടുത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്, ടേക്ക് ബാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എപ്പോഴെങ്കിലും ഡീഫാൾട്ട് ബയർ വരുത്തി കഴിഞ്ഞാൽ ആ ഗുഡ്സ് അങ്ങ് എടുത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ, in case of sale, the buyer position is like that of an owner, but the position of an owner under hire purchase is like that of a bailey in respect of goods until he become the owner. ഇനി സെയിൽ എന്ന് പറയുന്ന പ്രോസസ്സിൽ ബയ്യർ പെട്ടെന്ന് തന്നെ ആ ഗുഡ്സിൻ്റെ എന്തായിട്ട് മാറും? ഓണറായിട്ട് മാറും. പക്ഷേ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ പർച്ചേസർ അല്ലെങ്കിൽ ഹയർ പർച്ചേസ് പ്രോസസ്സിൽ ഈ പറയുന്ന ബയ്യർ ഒരിക്കലും എന്തായിട്ട് മാറുന്നില്ല? പെട്ടെന്ന് തന്നെ ഓണറായിട്ട് മാറുന്നില്ല. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ബെയിലി പൊസിഷനാണ്, ഒരു ബെയിലി ആണെന്ന് നമ്മൾക്ക് പറയാം. എപ്പോഴാണ് അദ്ദേഹം ഓണറായിട്ട് മാറുന്നത്? എപ്പോഴാണ് ആ ഗുഡ്സിൻ്റെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ ഓണറായിട്ട് മാറുന്നുള്ളൂ. അതിന് മുമ്പൊക്കെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ബെയിലിയാണ്. പക്ഷേ ബട്ട് ഇൻ ദ കേസ് ഓഫ് സെയിൽ ദ ബയർ പൊസിഷൻ ഈസ് ലൈക്ക് ദാറ്റ് ആൻഡ് ഓഫ് ആൻ ഓണർ. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ആയിട്ട് അയാൾ ഓണറായിട്ട് മാറും. ദ നെക്സ്റ്റ് വൺ, in case of a sale, immediate cash or price does not include any interest. സാധാരണ രീതിയിൽ സെയിൽസിൽ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് തന്നെ ഒരു ക്യാഷ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളത് പോസ്റ്റ്പോൺ ചെയ്യാം ഫ്യൂച്ചർ പീരീഡിൽ. ദാറ്റ് പ്രോസസ് കോൾഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. പക്ഷെ അവിടെ എന്തില്ല? ഒരിക്കലും ഇൻട്രസ്റ്റ് ഇല്ല.
പക്ഷേ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ പ്രോസസ്സിൽ അവിടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടിൽ ഏത് കൂടി ഇൻക്ലൂഡ് ആവുന്നുണ്ട്? ഈ പറയുന്ന ഇൻട്രസ്റ്റ് കൂടി ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹയർ പർച്ചേസും അതുപോലെ തന്നെ സെയിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒന്നുകൂടി നോക്കാം. അണ്ടർ സെയിൽ ആദ്യത്തെ പറഞ്ഞ് ഓണർഷിപ്പ് നമ്മൾ എന്താവുന്നില്ല, സെയിലിൽ അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പർച്ചേസ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസിൽ തന്നെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. പക്ഷേ ഹയർ പർച്ചേസിൽ അങ്ങനെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നില്ല. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നത് ഓൺലി ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇൻ കേസ് ഓഫ് സെയിൽ പേയ്മെൻറ്റ് പ്രൈസ് ജനറലി മെയ്ഡ് ഇൻ ലംസം. സാധാരണ രീതിയിൽ സെയിലിൽ എൻ്റയർ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഹയർ പർച്ചേസിൽ അങ്ങനെ എൻ്റയർ എമൗണ്ട് കൊടുക്കേണ്ടി വരില്ല. കാരണം അവിടെ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിലാണ് എമൗണ്ട് കൊടുക്കുന്നത്. ഓക്കെ. ഇൻ ദ കേസ് ഓഫ് സെയിൽ ദ ബയർ ക്യാൻ ഡിസ്പോസ് ഓഫ് ഗുഡ്സ് ഇൻ എനി വേ ഈ ലൈക്സ്. അതായത് സെയിൽസ് പ്രോസസ്സിൽ ഒരു വ്യക്തി ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിന് ആ ഗുഡ്സ് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഹയർ പർച്ചേസ് പ്രകാരം നമ്മളൊരു സാധനം വാങ്ങിയാൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് അത് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ അതിൻ്റെ ഓണറല്ല. നമ്മൾ ഓണർ ആവുന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഓണർ ആവുന്നത് എപ്പോഴാണ്? ഓൺലി ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ദ നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഇൻ കേസ് ഓഫ് സെയിൽ ദ ക്രെഡിറ്റ് സെല്ലർ ക്യാൻ സ്യൂ ദ ബയർ ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ദ പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇനി സെയിലിൻ്റെ കേസിൽ ക്രെഡിറ്റ് സെയിലാണ് നടന്നതെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സാധനം വിറ്റ് കഴിഞ്ഞു, ഇനി അദ്ദേഹം പൈസ തരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാം. പക്ഷേ ഹയർ പർച്ചേസിൽ അങ്ങനെ കേസ് കൊടുക്കേണ്ടതില്ല. പൈസ തരുന്നില്ലെങ്കിൽ ആ സാധനം അങ്ങ് എടുത്തു പോവാം. ഓക്കെ. The next one, in case of a sale, the buyer position is like that of an owner. But in the case of an owner under hire purchase is like that a bailey in respect of the goods until it become a owner. ഇനി സെയിൽസിൻ്റെ കയ്യിൽ ഒരാൾ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അദ്ദേഹം അതിൻ്റെ പൊസിഷൻ എന്തായി? ഓണറായിട്ട് മാറി. പക്ഷേ ഹയർ പർച്ചേസിൽ അങ്ങനെ ഓണർ ആവുന്നില്ല. അദ്ദേഹം ഒരു ബെയിലി പൊസിഷനിലാണ് ആദ്യം ഉണ്ടാവുക. അദ്ദേഹം ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്താൽ മാത്രമേ അദ്ദേഹം ആരായിട്ട് മാറുന്നുള്ളൂ? ഓണറായിട്ട് മാറുന്നുള്ളൂ. ഇനി ആറാമത്തത്, ഇൻ കേസ് ഓഫ് സെയിൽ ഇമ്മീഡിയറ്റ് ക്യാഷ് അല്ലെങ്കിൽ പ്രൈസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ഇൻട്രസ്റ്റ്. സാധാരണ രീതിയിൽ സെയിൽസിൽ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ കൊടുക്കേണ്ടി വരും. പക്ഷേ അതിലൊരിക്കലും എന്ത് ഇൻക്ലൂഡ് ആവുന്നില്ല? ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ആവുന്നില്ല. പക്ഷേ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രോസസ്സ് വഴിയാണ് നമ്മൾ സാധനം വാങ്ങിയതെങ്കിൽ അവിടെ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വിത്ത് ഇൻട്രസ്റ്റും കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഹയർ പർച്ചേസും സെയിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന്, എന്താണ് ഹയർ പർച്ചേസ്, അതിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഫീച്ചേഴ്സ് പറഞ്ഞു. അതുപോലെ തന്നെ ഹയർ പർച്ചേസിൻ്റെ ഒബ്ജക്റ്റീവ്സും പറഞ്ഞു. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സും പറഞ്ഞു. ഇത് ലാസ്റ്റ് വൺ നമ്മൾ ഡിഫറൻസ് ആണ് പറഞ്ഞത്. ഓക്കെ. ദെൻ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വേരിയസ് ടേംസ് യൂസ്ഡ് ഇൻ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. സാധാരണ രീതിയിൽ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ യൂസ് ചെയ്യുന്ന കുറേ ടേംസുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് നിങ്ങൾ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി വെക്കണം. നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾക്ക് ഈ ടേമുകൾ ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ടേം നല്ല രീതിയിൽ അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇനി ഈ ടേമുകളായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ അക്കൗണ്ടിങ് വർക്കിലും അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലും അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊസീജിയറിലും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നോക്കാം. എന്താണ് ഹയറർ? ആരാണ് ഹയറർ? ഹയർ എന്ന് പറയുന്ന പേഴ്സൺ ഹു ബൈസ് അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം, ദാറ്റ്സ് ഹയറർ ഈസ് ദ ഹയർ പർച്ചേസർ. അപ്പോൾ ഹയറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രോസസ്സ് പ്രകാരം സാധനം വാങ്ങുന്ന ആളെയാണ് ഹയറർ എന്ന് പറയുന്നത്. അപ്പോൾ ഹയറർ ഈസ് ദ പേഴ്സൺ ഹു ബൈസ് അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം, ദസ് ഹയറർ ഈസ് ദ ഹയർ പർച്ചേസർ. ഹയറുടെ മറ്റൊരു പേരാണ് ഹയർ പർച്ചേസർ അല്ലെങ്കിൽ ബയർ എന്ന് പറയുന്നത്. ഹയർ പർച്ചേസ് ബയർ എന്നും പറയും, അല്ലെങ്കിൽ ഹയർ പർച്ചേസർ എന്നും പറയും. അപ്പോൾ സാധനം വാങ്ങുന്ന ആളെയാണ് ഹയറർ എന്ന് പറയുന്നത്. അപ്പോൾ ആരായിരിക്കും ഹയർ വെൻഡർ? ഹയർ വെൻഡർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു സെൽസ് ഗുഡ്സ് അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് സിസ്റ്റം പ്രകാരം സാധനം വിൽക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹയർ വെൻഡർ എന്ന് പറയുന്നത്. ഹയർ വെൻഡർ ഈസ് ദ പേഴ്സൺ ഹു സെൽസ് ഗുഡ്സ് അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം. ഓക്കെ. ദ നെക്സ്റ്റ് വൺ, cash price. What is cash price? Cash price means the price at which the goods can be purchased by the hirer for ready cash. It does not include interest. It is always lower than the hire purchase price. അപ്പോൾ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു സാധനം വാങ്ങുമ്പോൾ അതിന് കൊടുക്കേണ്ട ആ എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? റെഡി ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ആ എമൗണ്ടിനെയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു 10,000 രൂപയുടെ സാധനം നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം 2,000 രൂപ ഇൻട്രസ്റ്റ് കൊടുത്ത് 12,000 രൂപക്കാണ് നമ്മൾ വാങ്ങിയതെങ്കിൽ അവിടെ നമ്മൾ ഈ പറയുന്ന ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 12,000 രൂപയാണ്. പക്ഷേ അവിടെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് അല്ലെങ്കിൽ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ
10,000 അപ്പോൾ നമ്മൾ റെഡി ക്യാഷ് കൊടുത്താൽ നമ്മൾക്ക് ആ സാധനം എത്ര പൈസക്കാണ് കിട്ടുന്നത് അതിനെയാണ് എന്ത് പറയുന്നത് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ക്യാഷ് പ്രൈസ് മീൻസ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഗുഡ്സ് ക്യാൻ ബി പർച്ചേസ്ഡ് ബൈ ദ ഹയറർ ഫോർ എ റെഡി ക്യാഷ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഡൗൺ പേയ്മെൻറ്റ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു സ്പോട്ട് പേയ്മെൻറ്റ്, ഡൗൺ പേയ്മെൻറ്റ്. നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ആ ടൈമിൽ തന്നെ നമ്മളൊരു കുറച്ച് ഒരു ലംസം എമൗണ്ട് കൊടുക്കും. അതിനെയാണ് ഡൗൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഇസ് ദ ഇനീഷ്യൽ പേയ്മെൻറ്റ് മെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ദ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. നമ്മുടെ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രകാരം സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇനീഷ്യൽ പേയ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നാച്ചർ ഓഫ് ഡെപ്പോസിറ്റ്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ഇൻട്രസ്റ്റ്. ഇതിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ആവുന്നതല്ല. ദെൻ ഹയർ പർച്ചേസ് പ്രൈസ്. ഇനി എന്താണ് ഹയർ പർച്ചേസ്? നേരത്തെ ഞാൻ പറഞ്ഞു 12,000 രൂപയാണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ 10,000 അതിൽ ക്യാഷ് പ്രൈസ്, അപ്പോൾ 2,000 രൂപ എന്താ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റും കൂടിയത്. അപ്പോൾ നമ്മൾ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടോട്ടൽ എമൗണ്ട് പേയബിൾ ബൈ ദ ഹയറർ ടു ദ ഹയർ വെൻഡർ. അപ്പോൾ ഹയർ വെൻഡർക്ക് കൊടുക്കേണ്ട ടോട്ടൽ എമൗണ്ട് പേ ചെയ്യേണ്ട ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ പർച്ചേസ് ഇറ്റ് ഇൻക്ലൂഡ് ദ ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉൾപ്പെടും? ക്യാഷ് പ്രൈസും അതിൻ്റെ ഇൻട്രസ്റ്റും. നേരത്തെ പറഞ്ഞ 10ഉം 2ഉം 12,000 രൂപയായില്ലേ. അപ്പോൾ 12,000 രൂപയാണ് അവിടെ ക്യാഷ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. അവിടെ 10,000 രൂപയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്, 2,000 രൂപ ഇൻട്രസ്റ്റ്. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് പേയബിൾ ബൈ ദ ഹയറർ ടു ദ ഹയർ വെൻഡർ. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസ് ഈസ് ഈക്വൽ ടു ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ്. ദെൻ ഹയർ പർച്ചേസ് ചാർജസ്. ഹയർ പർച്ചേസ് ചാർജസ് എന്താണെന്ന് ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് പ്രൈസ് ആൻഡ് ദ ക്യാഷ് പ്രൈസ്. ദിസ് ചാർജസ് പോപ്പുലർലി നോൺ ആസ് ഇൻട്രസ്റ്റ്. ക്യാഷ് പ്രൈസും ഹയർ പർച്ചേസ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസമാണ് സാധാരണ രീതിയിൽ ഹയർ പർച്ചേസ് ചാർജസ് എന്നത്. അതല്ലെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്യാഷ് പ്രൈസും ഈ ഹയർ പർച്ചേസ് തമ്മിലുള്ള വ്യത്യാസം. ഈ ഹയർ പർച്ചേസ് പ്രൈസിൽ നിന്നും ക്യാഷ് പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് എന്ത് ഹയർ പർച്ചേസ് ചാർജസ് എന്ന് മറ്റൊരു രീതിയിൽ പറയുന്നത്. നെറ്റ് ഹയർ പർച്ചേസ് പ്രൈസ് ഇറ്റ് ഇൻക്ലൂഡ് ദ ബാലൻസ് എമൗണ്ട് ഓഫ് ഹയർ പർച്ചേസ് പ്രൈസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് സെല്ലിംഗ് എക്സ്പെൻസ് സച്ച് ആസ് ഡെലിവറി ചാർജസ്, ഇൻഷുറൻസ്. അതായത് ഹയർ പർച്ചേസ് പ്രൈസിൽ നിന്നും സെല്ലിംഗ് എക്സ്പെൻസ്, ഡെലിവറി ചാർജസ്, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ ചാർജസ്, ഈ പറഞ്ഞ ചാർജസ് ഒക്കെ കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടിനെയാണ് നെറ്റ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസിൽ നിന്നും ഈ പറയുന്ന തരത്തിലുള്ള ചാർജസുകൾ കുറച്ച് കഴിഞ്ഞാൽ, എക്സ്പെൻസുകൾ കുറച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് നെറ്റ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയാം. ഇനി നെറ്റ് ക്യാഷ് പ്രൈസ് എന്താണെന്ന് നോക്കാം. നെറ്റ് ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ബാലൻസ് എമൗണ്ട് ഓഫ് ക്യാഷ് പ്രൈസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ഡൗൺ പേയ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് 10,000 രൂപയാണ് ക്യാഷ് പ്രൈസ്, നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഒരു 2,000 രൂപ കൊടുത്തു. അപ്പോൾ അവിടെ നെറ്റ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 8,000 രൂപയാണ്. കാരണം എന്താ, ക്യാഷ് പ്രൈസിൽ നിന്ന് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നെറ്റ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വേരിയസ് ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഹയർ പർച്ചേസിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ അതിന് പറഞ്ഞ മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞു, പിന്നെ സെയിൽസും ഹയർ പർച്ചേസും തമ്മിൽ ഡിഫറൻസ് പറഞ്ഞു, പിന്നെ വേരിയസ് ടേംസ് യൂസ്ഡ് ഇൻ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ടേമുകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പോസ്റ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ എന്തെങ്കിലും PPTയുടെ നോട്ടോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ തന്നെ എൻ്റെ എബൌട്ട് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബ്ലോഗ് അവിടെ കാണാം. ആ ബ്ലോഗിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ PDF ഫോർമാറ്റും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക് യു.